ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ അബിലിറ്റിയിൽ CUET, UG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോൾ മെൻ, ബ്ലാക്ക് ഹെയർഡ് പീപ്പിൾ ആൻഡ് ഇന്ത്യൻസ്? അപ്പോൾ ഇതൊരു വെൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ നോക്കുക, എന്തൊക്കെയാണ്? ടോൾ മെന്ന്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെയർഡ് പീപ്പിൾ, അതുപോലെ തന്നെ ഇന്ത്യൻസ്. അപ്പൊ നമുക്കറിയാവുന്ന ഫസ്റ്റ് ടോൾ മെൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരു ജസ്റ്റ് സർക്കിൾ വരയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ടോൾമെൻ ആയവർക്ക് മാത്രമാണോ ബ്ലാക്ക് ഹെയർ ഉണ്ടാവുക? തീർച്ചയായിട്ടും അല്ല. ടോൾമെൻ ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്ട്മെൻ ആണെങ്കിലും അവരുടെ ഹെയറിന്റെ കളറുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. എന്നാൽ ചില ടോൾമെൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? തീർച്ചയായിട്ടും ബ്ലാക്ക് ഹെയർ ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആ റിലേഷനെ പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിലുള്ളവർ എന്താണ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അവർ ടോൾമെനും ആണ്, അതുപോലെ തന്നെ അവരുടെ ഹെയറിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലാക്കും ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു റിലേഷൻ ആണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെങ്ങനെ ഇന്ത്യൻസ് വരാം? തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലായിരിക്കും അല്ലെ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യക്കാരിൽ തന്നെ ടോൾ ആയിട്ടുള്ളവരുണ്ടാവും, ഷോർട്ട് ആയിട്ടുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെയർ ആയിട്ടുള്ളവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് തീർച്ചയായിട്ടും ആ ഒരു ആൻസർ വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If bag is equal to 20, then wise is equal to. അപ്പോൾ ഒരു കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം, ബാഗ് ഈസ് ഈക്വൽ ടു 20 എങ്ങനെയാ വന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇവിടെ ബിന്റെ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. B രണ്ടാമത്തെ ലെറ്റർ ആണ് B ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എൻ്റെത് 1 ആണ്, ജിയുടേത് 7 ആണ്. അപ്പൊ 2 + 1 + 7 എന്ന് പറയുമ്പോൾ 10 വരും. ആ 10 × 2 ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 20 കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വൈസ് എന്ന് പറയുന്നത് ഞാൻ അതേ രീതിയിൽ തന്നെ എടുക്കാണ്. വൈസ്, VICE. ഓക്കെ ഓക്കെ. വിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് നോക്കാം. യു എന്ന് പറയുന്നത് 21 ആണ്. വി എത്രയായിരിക്കും? 22 ആയിരിക്കും. ഓക്കെ, ഐന്റെ ന്യൂമറിക്കൽ വാല്യൂ 9 ആണ്. സിന്റെ ന്യൂമറിക്കൽ വാല്യൂ 3 ആണ്. ഇയുടെ ന്യൂമറിക്കൽ വാല്യൂ 5 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 22 + 9 എന്ന് പറയുന്നത് 31 ആണ്. 31 + 3 ഓൾമോസ്റ്റ് 34 വന്നു. 34 + 5 എന്ന് പറയുന്നത് 39 ആണ്. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 39 വരുന്നുണ്ട്. അപ്പൊ 39 × 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? 78 വരും. ഓപ്ഷൻ 3 78 തന്നെയാണ് ഇവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 52 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 52 സ്റ്റുഡൻസ് ഉണ്ട്. അമാൻസ് റാങ്ക് ഈസ് 16th ഫ്രം ദി ബോട്ടം. ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്ന് നോക്കുമ്പോൾ അമാന്റെ റാങ്ക് എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? റാങ്കിങ് ആൻഡ് ഓർഡർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്നുള്ള റാങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ മിക്കവാറും എന്തായിരിക്കും? ടോപ്പിൽ നിന്നുള്ള റാങ്ക് ആയിരിക്കും അല്ലെ. വാട്ട് ഈസ് ഹിസ് റാങ്ക് ഫ്രം ദി ടോപ്പ്? ടോപ്പിൽ നിന്നുള്ള റാങ്ക് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എന്താണ്? ടോപ്പ് പ്ലസ് ബോട്ടം -1 ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ അല്ലെ, ടോട്ടൽ. അപ്പൊ നമുക്കിവിടെ ടോപ്പ് എന്നുള്ള റാങ്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ടോപ്പ് എന്ന് തന്നെ അവിടെ കൊടുക്കണം. അതാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ബോട്ടം റാങ്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 16 ആണ്. 16 -1 ഈസ് ഈക്വൽ ടു ടോട്ടൽ ആളുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, 52 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോപ്പ് പ്ലസ് 15 ഈസ് ഈക്വൽ ടു 52. ടോപ്പ് ഈസ് ഈക്വൽ ടു 52 - 15. 52 - 10 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വന്നു? 42 വന്നു. 42ൽ നിന്ന് വീണ്ടും ഒരു 5 കുറക്കുന്നു. ദാറ്റ് മീൻസ് 37th റാങ്ക് ആയിരിക്കും അദ്ദേഹത്തിന്റെ ടോപ്പിൽ നിന്നുള്ള റാങ്ക് എന്ന് പറയുന്നത്. ഈസി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ഒരു അനാലജി ആണ്, അതും വേർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്സിജൻ ബേൺ, അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കത്താൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സഹായിക്കുന്നത് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 എക്സ്റ്റിങ്ക്യൂഷസ് എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അസേഷൻ എന്താണെന്ന് നോക്കുക, അസേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീസൺ നോക്കുക, റീസൺ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന അസേഷന്റെ കറക്റ്റ് റീസൺ ആണോ ഇവിടെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന അസേഷൻ ട്രൂ ആണോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കാം. റിവർ
നർമ്മദ ഫ്ലോസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് റിവർ കൃഷ്ണ. ഓക്കെ, റിവർ കൃഷ്ണന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ആരോടുന്നത് അല്ലെങ്കിൽ ആര് ഫ്ലോ ചെയ്യുന്നത്? റിവർ നർമ്മദ ഫ്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ത്യന്റെ മാപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്കെ മോസ്റ്റ് ഈ ഒരു രീതിയിലാണല്ലോ വരിക. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇന്ത്യന്റെ മാപ്പ് ആണെന്നുള്ള മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമ്മൾ കൃഷ്ണ റിവർ എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ സദേൺ റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത്? കൃഷ്ണ റിവർ ഒറിജിൻ ചെയ്യുന്നത്. നേരെ ഇവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. അവിടെ പോയിട്ടാണ് അത് അവസാനിക്കുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ നർമ്മദ റിവറിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നർമ്മദ റിവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇവിടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് രണ്ടും എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അസേഷൻ കറക്റ്റ് ആണല്ലോ? തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. അസേഷൻ കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റീസണിലോട്ട് വരാണ്. റിവർ നർമ്മദ ആൻഡ് റിവർ താപ്പി ഫാൾസ് ഇൻ ടു ഗൾഫ് ഓഫ് കമ്പത്ത്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് റിവർ നർമ്മദയും അതുപോലെ തന്നെ റിവർ താപ്പിയും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവ ഒഴുകി വരുന്നത് എന്നുള്ളതാണ്. അതും എന്താണ്? റൈറ്റ് ആൻസർ തന്നെയാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും റിവർ താപ്പിയുടെ ആ ഒരു വേ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഗൾഫ് ഓഫ് കമ്പത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ ആ അസേഷന്റെ കറക്റ്റ് റീസൺ ആണ് തന്നിരിക്കുന്ന റീസണിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് ഇത് രണ്ടും ഗൾഫ് ഓഫ് കമ്പത്തിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മെയിൻ ആയിട്ട് അവരുടെ ഒറിജിനെ ബേസ് ചെയ്തിട്ടാണല്ലോ അവിടെ റീസൺ പറയേണ്ടിയിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ എന്തല്ല, അതൊരു കറക്റ്റ് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇഫ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ഓക്കെ, എയും അതുപോലെ തന്നെ അസേഷനും അതുപോലെ തന്നെ റീസണും എന്താണ്? ട്രൂ തന്നെയാണ്. ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലല്ലോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഇതൊരു റോങ് ആയി കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇഫ് എ ഈസ് ട്രൂ, അസേഷൻ ട്രൂ ആണ്, ബട്ട് ആർ ഈസ് ഫാൾസ്. പക്ഷെ നമുക്ക് ഇവിടെ റീസണും എന്താണ്? ട്രൂ തന്നെയാണ്. അപ്പൊ ഈ ഒരു ആൻസറും തെറ്റാണ്. നെക്സ്റ്റ് ഇഫ് എ ഈസ് ഫാൾസ്, പക്ഷെ നമ്മുടെ അസേഷൻ നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനിലെ അസേഷൻ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇഫ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദി ഓഡ് വൺ ഇൻ ദ ഗിവൺ സീക്വൻസ്. തന്നിരിക്കുന്ന സീക്വൻസിലെ ഓഡ് വൺ അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഒരു സീരീസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരു ടേം ഉണ്ട്, അത് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. 1296 648 216 108 34 18 1296 ഇതിന്റെ ഹാഫ് ആണല്ലോ. തീർച്ചയായിട്ടും 648 ഇരട്ടി നോക്ക് 1200 1250 1296. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് അതായത് ഇൻറ്റു 1/2 എന്ന് നമുക്ക് പറയാം. ഹാഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/2. നെക്സ്റ്റ് ഇവിടെ ഇൻറ്റു 1/3 ആണല്ലോ. തീർച്ചയായിട്ടും 216 വരുന്നത് നോക്കാം. 216 ഇൻറ്റു 3. അപ്പൊ 200 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വന്നു? 600 വന്നു. 16 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 48 വന്നു. 600 പ്ലസ് 48 648. നെക്സ്റ്റ് വീണ്ടും ഇവിടെ എന്താ വരുന്നത്? പകുതിയാണ് വരുന്നത്, അതായത് 1/2. അപ്പൊ നോക്കാം, ആദ്യം 1/2 വന്നു, ഇൻറ്റു 1/3 വന്നു, വീണ്ടും 1/2 വന്നു, അടുത്തത് 1/3 ആണ് വരേണ്ടത്. അപ്പൊ 1/3 വരുന്ന സമയത്ത് അതായത് 108നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാ കിട്ടാം? ജസ്റ്റ് നോക്കാം. 108 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 3 വന്നു. 3 ഇൻറ്റു 3 9 ആണ്. ബാക്കി 18. അപ്പൊ 36 വരണം. പക്ഷെ ഇവിടെ 34 വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 34 ആയിരിക്കും നമ്മുടെ റോങ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 34. ഇനി ജസ്റ്റ് നോക്കാം, ഇവിടെ 34 അല്ലല്ലോ, അതൊരു റോങ് ടേം അല്ല. അവിടെ ഏതാ വരേണ്ടിയിരുന്നത്? 36 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 1/3 ആണ്. നെക്സ്റ്റ് ഏത് വരണമായിരുന്നു? ഇൻറ്റു 1/2. 36 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 18 തന്നെയാണ്. അപ്പൊ ഇവിടെ റോങ് ടേം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 34 തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്ലോ നിങ്ങൾ ജസ്റ്റ് എടുക്കുക. അവിടെ എവിടെയാണോ ബ്രേക്ക് ആവുന്നത്, ആ ഒരു റൂള് ബ്രേക്ക് ആവുന്നത്, അവിടെ കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ആ ഒരു ടേമിനെ റോങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആൻസറിൽ മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഇവിടെ നോൺ വെർബലിലെ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോൾഡ് എ ഗിവൺ ഷീറ്റ് അലോങ് ദി ഡോട്ടഡ് ലൈൻ ആൻഡ് ചൂസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് വിച്ച് ആൻസർ ഫിഗർ വിൽ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ, ഓക്കെ, അതിലൊരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്, അതിന്റെ സെന്ററിലായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് താഴേക്ക് മടക്കാണ്. കാരണം നിങ്ങൾക്ക് ഓപ്ഷനിലൊക്കെ കാണാൻ അവിടെയൊക്കെ അവർ മടക്കിയിട്ടുള്ളത് താഴേക്കാണ്. അപ്പൊ താഴേക്ക് മടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫിഗർ ആണ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് താഴേക്ക് മടക്കുന്ന സമയത്ത് എങ്ങനെ വരിക? ഏകദേശം ഇങ്ങനൊരു ക്രോസ് അല്ലേ വരിക താഴേക്ക് മടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നത് നമുക്ക് ഓപ്ഷൻ 1ഉം 2 മാത്രമേ ഉള്ളൂ. 3 നമ്മുടെ ആൻസർ ആവില്ല, 4 നമ്മുടെ ആൻസർ ആവില്ല. ഓക്കെ, ഇനി ആരോ മാർക്ക് നോക്കാം. ഇവിടെ മുകളിലേക്കാണ്. അപ്പൊ താഴേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന ആരോ മാർക്ക് എങ്ങനെയായി മാറും? ഇങ്ങനെ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ 2 വരാനുള്ള യാതൊരു പോസിബിലിറ്റിയോ ആരോ മാർക്കിന്റെ ബേസിൽ എന്തില്ല? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ ക്ലോക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മിറർ ഇമേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലുക്കിംഗ് ഇൻ ടു എ മിറർ,
ദ ക്ലോക്ക് ഷോസ് 6:15. അപ്പൊ മിററിൽ നോക്കുന്ന സമയത്ത് ക്ലോക്കിലെ സമയം കാണിക്കുന്നത് എത്രയാണ്? 6:15 ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ടൈം എത്രയാണ്? വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 11:60 നിന്ന് ഈ ഒരു ടൈം മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. 6:15. അപ്പോൾ 60 നിന്ന് 15 ഓർക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇത്ര വരുന്നത് 45 വരും. അതുപോലെ തന്നെ 11 നിന്ന് 6 ഓർക്കുന്ന സമയത്ത് 5 വരും. 5:45 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു മിസ്സിംഗ് നമ്പർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന 2 ഫിഗേഴ്സ് ഉണ്ട്. ആ 2 ഫിഗേഴ്സിലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടേംസ് ഒക്കെ നോക്കുക എങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളതെന്ന്. അതിനനുസരിച്ച് മൂന്നാമത്തെ ടേമിലെ ആ ഒരു വിട്ടുപോയ ഭാഗം എന്ത് ചെയ്യുക? ജസ്റ്റ് പൂരിപ്പിക്കുക. ഓക്കെ, ഫസ്റ്റ് 12 ആണ് മേലെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 3ഉം 4ഉം ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അതിന്റെ താഴെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 3 into 4 ആണ് തീർച്ചയായിട്ടും എന്ത് വരുന്നത്? 12 വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം 16ഉം 9ഉം ആണ്. 16ഉം 9ഉം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 16ഉം 9ഉം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? രണ്ടും എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഈ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 4ന്റെ സ്ക്വയർ ആണ്. 3ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3ന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 24 ആണ്. അപ്പൊ 24 4 into 6 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 4 into 6 എന്താണ്? 24 ആണ്. നെക്സ്റ്റ് 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 6ന്റെ സ്ക്വയർ 36. അതുപോലെ തന്നെ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തും കൊടുത്തിട്ടുണ്ട്? 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16. ഇനി നിങ്ങൾക്ക് താഴേന്ന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് റിലേഷൻ എന്ത് ചെയ്യാം? കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ 24 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 24 എന്ന് പറയുമ്പോൾ എന്തോ into 3 അല്ലെങ്കിൽ x into 3 ആണ് തീർച്ചയായിട്ടും 24. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, ഇനി അതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കാണാം? ഇവിടെ 64 ആണ് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പൊ 64ന്റെ റൂട്ട് നോക്കിയാൽ മതി. എത്രയാണ്? 8 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് ഓഫ് ദി ഗിവൺ ഓപ്ഷൻ പ്രോബ്ലം ഫിഗർ ഈസ് എംബഡഡ്. ഓക്കെ, അപ്പൊ എംബഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഏതെങ്കിലും ഒരു ആൻസർ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് ഏത് ഓപ്ഷനാണുള്ളത് ജസ്റ്റ് നോക്കുക. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഫിഗർ ഇതാണ്. ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഏത് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ആൻസറിലാണുള്ളത്? ഓപ്ഷൻ ബിയിലാണ് അല്ലെങ്കിൽ ഓപ്ഷൻ 2ലാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. പക്ഷെ ഇവിടെ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ബാക്കി സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.